ഓം നമോ വെങ്കിട്ടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സങ്കടങ്ങൾ തീർക്കും മഹാസങ്കടഹര ചതുർത്ഥി, അതായത് കർക്കിടക മാസത്തിലെ അവസാനത്തെ സങ്കടഹര ചതുർത്ഥി ദിവസവും അവസാനത്തെ ചൊവ്വാഴ്ച ദിവസവും കൂടിയാണ് ഇന്നേ ദിവസം. സാധാരണ ഒരു വർഷത്തിൽ വരുന്ന എല്ലാ സങ്കടഹര ചതുർത്ഥി വ്രതങ്ങളും അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്ക് പോലും ഇന്ന് വ്രതമനുഷ്ഠിച്ച് വഴിപാടുകൾ ചെയ്യുന്ന ശീലമുണ്ടാകും. ഒരു പക്ഷേ ഇന്നത്തെ വ്രതവും അനുഷ്ഠിക്കാൻ സാധിച്ചില്ല, എൻ്റെ സങ്കടങ്ങൾ തീർത്തു തരുവാൻ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ചൊല്ലേണ്ട മന്ത്രം ഏതാണ് എന്നെല്ലാം പലർക്കും സംശയമുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതൊരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിന് ആദ്യമായി വഴിപാട് ചെയ്യേണ്ട ഭഗവാൻ എന്ന് പറയുന്നത് സാക്ഷാൽ വിനായക ഭഗവാൻ തന്നെയാണ്. വിനായക ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചു വന്നാൽ വിഘ്നങ്ങൾ അകറ്റിയെടുക്കുവാൻ സാധിക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഗണപതി ഭഗവാന്റെ ഒരു അത്ഭുത ഒറ്റവരി മന്ത്രത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. നമ്മൾ ഏതൊരു കാര്യങ്ങൾ തടസ്സപ്പെട്ടു കിടക്കുകയാണ്, ഒരുപാട് ദിവസങ്ങളായി ആ കാര്യം നിറവേറി കിട്ടുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞാലും ആ കാര്യം നിറവേറ്റിയെടുക്കുവാൻ വളരെയധികം പ്രയാസമാണ്. പക്ഷേ നമ്മൾ രണ്ട് കാര്യങ്ങളും തുടർച്ചയായി ചെയ്തിട്ട് പോലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച ആ കാര്യങ്ങൾ നിറവേറി കിട്ടുന്നില്ല, പല വിധത്തിലുള്ള തടസ്സങ്ങൾ, ഒന്ന് പോയാൽ ഒന്ന് വന്നു ചേരുന്നു എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ ഇന്നു രാത്രി 12 മണിക്കുള്ളിൽ ഞാൻ ഇവിടെ പറയുന്ന ഈ മന്ത്രം 21 പ്രാവശ്യം ചൊല്ലി നോക്കുക. നോൺ വെജ് കഴിച്ചിട്ടുണ്ട്, പുലവാലായ്മയുണ്ട്, അല്ല നമ്മൾ പീരിയഡ്സ് ആണ് എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ മന്ത്രം ചൊല്ലുന്നതിന് മുന്നേ കയ്യും മുഖവും കഴുകിക്കൊണ്ട് താഴെ തറയിലോ കട്ടിലിലോ അല്ലെങ്കിൽ കസേരകളിലോ ഇരുന്നു കൊണ്ട് വിനായക ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ഏതു കാര്യമാണോ നിറവേറി കിട്ടുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ കാര്യം നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയായിരിക്കണം ഈ മന്ത്രം ചൊല്ലേണ്ടത്. ഇനി അഥവാ ഇന്ന് ക്ഷേത്ര ദർശനത്തിന് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് 108 പ്രാവശ്യം ഈ മന്ത്രം ചൊല്ലാം. അഥവാ നമ്മൾ വീടുകളിൽ ദീപം തെളിയിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വൈകുന്നേരം സങ്കടഹര ചതുർത്ഥി ദിവസം ഇന്ന് ഞങ്ങൾ വിനായക ഭഗവാനെ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ആലില മാത്രം എടുക്കുക, ഒരൊറ്റ ആലില എടുക്കുക. ആ ആലിലയുടെ നടുവിൽ നമ്മൾ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊട്ട് അതിന് മുകളിൽ ഒരു മൺവിളക്ക് വെച്ച് അതിൽ നെയ്യൊഴിച്ച് വെളുത്ത നിറത്തിലുള്ള പഞ്ഞുതിരിയോ നൂൽത്തിരിയോ ഇട്ട് നമുക്ക് ഒരു ദീപം, ഒറ്റ ദീപം തെളിയിച്ച് നമുക്ക് വിനായക ഭഗവാന്റെ ഈ മന്ത്രം 108 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ്. തീർത്താൽ തീരാത്ത പ്രശ്നങ്ങളെയും തീർത്തു തരുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത മന്ത്രമാണ് ഇത്. മാത്രമല്ല ഇന്ന് മഹാസങ്കടഹര ചതുർത്ഥി ആയതിനാൽ തന്നെ നമ്മുടെ സങ്കടങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത മന്ത്രമാണ്. ഏതൊരു തരത്തിലുള്ള സങ്കടങ്ങളായിക്കോട്ടെ, സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ജീവിതത്തിൽ മനസ്സമാധാനമില്ലായ്മ, പലതരത്തിലുള്ള തെറ്റായ ചിന്തകൾ നമ്മുടെ മനസ്സിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ നമുക്ക് ചുറ്റുമുള്ളവർ മുഖാന്തരം നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇന്നിങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഇന്ന് ഈ ഒരൊറ്റ വരി മന്ത്രം ജപിച്ചു പ്രാർത്ഥിച്ചാൽ മതി. ഇനി ദീപം തെളിയിക്കാൻ സാധിക്കുന്നില്ല, ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവർ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഈ മന്ത്രം 21 പ്രാവശ്യമെങ്കിലും ജപിക്കാവുന്നതാണ്. ഇത് വിനായക ഭഗവാന്റെ ഒറ്റ വരി മന്ത്രം എന്നതിലുപരി ഒരു തിരുനാമം കൂടിയാണ്. സ്വാമിയുടെ മറ്റൊരു പേരിനെയാണ് തിരുനാമം എന്ന് പറയുന്നത്. ആ അത്ഭുത ഒറ്റവരി മന്ത്രം അല്ലെങ്കിൽ ആ തിരുനാമം ഇതാണ്: ഓം വക്രതുണ്ടായ നമഃ. ഓം വക്രതുണ്ടായ നമഃ എന്നുള്ള മന്ത്രം നമുക്ക് സാധാരണ നമ്മൾ എല്ലാ സമയത്തും ജപിക്കാവുന്നതാണ്. പക്ഷേ ഇന്ന് മഹാസങ്കടഹര ചതുർത്ഥി ആയതിനാൽ ഈ മന്ത്രം ജപിച്ചാൽ നമുക്ക് ഇരട്ടി ഫലമാണ് നമ്മളെ തേടി വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള എല്ലാ കാര്യങ്ങളെയും നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇന്ന് കൊഴുക്കട്ട നൈവേദ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി ക്ഷേത്രങ്ങളിൽ ചെന്ന് നമുക്ക് ഏത്തം, ഒരു 18 ഏത്തമിടാം, അല്ലെങ്കിൽ നമുക്കൊരു 8 ഏത്തമിടാം. നമ്മുടെ കഷ്ട
കഷ്ടങ്ങളും കടങ്ങളും മാറിക്കിട്ടുവാൻ വേണ്ടി നമുക്ക് ഭഗവാനെ പ്രദക്ഷിണം ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നമ്മൾ സാധാരണ ചെയ്യുന്നതാണെങ്കിൽ പോലും ഇന്ന് നമ്മൾ ചൊല്ലുന്ന ഈ മന്ത്രത്തിന് അനേകായിരം ഫലങ്ങളാണ് ഉള്ളത്. നമ്മൾ ഏതൊരു കാര്യങ്ങൾ ചോദിച്ചാലും അത് ഉടനെ തന്നെ നിറവേറ്റി തരുവാൻ തയ്യാറായി നിൽക്കുന്ന ഭഗവാനാണ് ഗണപതി ഭഗവാൻ. അതുകൊണ്ട് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് എല്ലാ ദിവസങ്ങളും നല്ല ദിവസങ്ങളാണെങ്കിൽ പോലും ഈ ചതുർത്ഥി ദിവസങ്ങളിൽ ഗണപതി ഭഗവാനെ വഴിപാട് ചെയ്യുന്നതിലൂടെ നമുക്ക് അനേകായിരം ഫലങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്, ഒന്നുകിൽ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ, അല്ലെങ്കിൽ വീട്ടിൽ ദീപം തെളിയിക്കുന്ന സമയത്ത്, അതും അല്ലെങ്കിൽ ക്ഷേത്ര ദർശനത്തിന് പോകുന്ന സമയത്ത്, ഈ 3 കാര്യങ്ങളിൽ എപ്പോഴെങ്കിലും നമുക്ക് ഇന്ന് ഈ മന്ത്രം ജപിച്ചു കൊണ്ടിരിക്കാവുന്നതാണ്. ഇനി അഥവാ ഞങ്ങൾ ഇപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത്, ഞങ്ങൾക്ക് ഈ മന്ത്രം ജപിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിലും സാരമില്ല. മനസ്സിൽ ശുദ്ധമുണ്ടെങ്കിൽ, ഭക്തിയുണ്ടെങ്കിൽ നമുക്ക് ഈ മന്ത്രം എപ്പോൾ വേണമെങ്കിലും ജപിക്കാവുന്നതാണ്. ഇനി ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ആലിലയുടെ മുകളിൽ ദീപം തെളിയിക്കുവാനായിട്ട് പറഞ്ഞു. ആലില കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യുമെന്ന് പലർക്കും സംശയമുണ്ടാകും. ആലില കിട്ടിയില്ലെങ്കിൽ നമ്മൾ സാധാരണ ദീപം തെളിയിക്കുന്നത് പോലെ തെളിയിക്കാം. ഇനി ആലിലയുടെ മുകളിൽ തെളിയിക്കുന്നവരാണെങ്കിൽ 1 മണിക്കൂർ ആ ദീപം തെളിഞ്ഞ് കത്തിക്കോട്ടെ. അതിനുശേഷം നമ്മൾ നാളെ രാവിലെ ആ ആലില എടുത്ത് നമ്മൾ ആരും ചവിട്ടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടാവുന്നതാണ്. വളരെ നല്ല ഫലം തരുന്നതും തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളെല്ലാം ഉടനെ തന്നെ നിറവേറി കിട്ടുവാനും ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ഫലപ്രാപ്തി നേടുവാനും സഹായിക്കുന്ന ഒരു അത്ഭുത താന്ത്രിക വഴിപാട് കൂടിയാണ് ഈ ആലിലയുടെ മുകളിൽ ഒരൊറ്റ ദീപം, മൺവിളക്ക് ദീപം വെച്ച് തെളിയിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ന് മറക്കാതെ ശ്രമിച്ചു നോക്കുക. ഓം വക്രതുണ്ടായ നമഃ എന്നുള്ള മന്ത്രം ചൊല്ലും തോറും നമ്മുടെ ജീവിതത്തിൽ പലവിധ അത്ഭുത മാറ്റങ്ങൾ വന്നു ചേർന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള താന്ത്രികങ്ങൾ, വഴിപാട് രീതികൾ, പൂജാ രീതികൾ, ഭഗവാനെക്കുറിച്ചുള്ള കഥകൾ, മന്ത്രജപങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആത്മീകം എന്ന നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.